ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ കറിവേപ്പിനെ പറ്റിയാണ്. കറിവേപ്പ് മരത്തിനെ പറ്റി. നോക്കിയേ, വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിന്. കറിവേപ്പ് എത്രത്തോളം വളരും എന്നുള്ളതിന് ഒരു സൂചനയാണിത്. 2 നില വീട്ടിൻ്റെ പൊക്കമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മരത്തിൻ്റെ തടിക്ക് കനം ഇത്രയേ ഉള്ളൂ. ഇതിലും പ്രായമുള്ള കറിവേപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനും തടിക്ക് അങ്ങനെ എന്താ പറയുക, വണ്ണം വെക്കാറില്ല. ചെറിയ തോട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ പൊക്കത്തിൽ വെട്ടി നിർത്തിയിരിക്കും. കാരണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇലകൾ നുള്ളാൻ പറ്റുകയുള്ളൂ. വീടുകളിൽ നമ്മൾ അത്രത്തോളം ഉപയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ട് അത് വളർന്ന് പൊങ്ങി പൊങ്ങി അങ്ങ് പോയി. ഞാനൊട്ട് വെട്ടിയതുമില്ല. എനിക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യത്തിനുള്ളത് സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ കാട്ടിനകത്തേക്ക് നോക്കും പോലെ ഇരിക്കും. അതിനോട് ചേർന്ന് തന്നെ 2 അടയ്ക്കാമരവും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഓല വീഴുന്നതെല്ലാം ഇതിൽ തന്നെ തടഞ്ഞിരിക്കുന്നതാണ് ആ കാണുന്നത്. കണ്ടോ, അങ്ങ് മുകളിൽ വരെ പോയി. ഇതിൽ നിറയെ കറുത്ത കളറിലെ കായകൾ ഉണ്ടാവാറുണ്ട്. അത് തിന്നാൻ ഉപ്പൻ, മൈന തുടങ്ങിയ കിളികൾ വരാറുമുണ്ട്. ടെറസിനോട് ചേർന്ന് നിൽക്കുന്നത് ഞാൻ പറിച്ച് ഉപയോഗിക്കാറുണ്ട്. ചെറിയ ഒരു മധുരവും ചെറിയൊരു ചവർപ്പും, നടുക്ക് കുറച്ച് വലിയ ഒരു കുരുവാണ് ഉണ്ടാവാറുള്ളത്. എനിക്കിഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നല്ല പഴുത്ത് കഴിയുമ്പോൾ കറുപ്പ് നിറമാവും. അപ്പം ഞാനത് പറിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെറു മരമാണ് കറിവേപ്പ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കറികളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അതിനകത്ത്. വൈറ്റമിൻ എ, ബി, സി, അങ്ങനെ ഒരുപാട് വൈറ്റമിനുകളുണ്ട്. പിന്നെ കാൽഷ്യം, അയൺ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ കറിയിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നല്ല ഒരു സാധനമാണ് നമ്മൾ ആ ഉപയോഗിക്കുന്നതും. പലപ്പോഴും കറിയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നതെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അത് ആ കറിയുടെ ഗുണവും രുചിയും വർദ്ധിപ്പിക്കും. ദഹനത്തിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെറുമരമാണ് കറിവേപ്പ്. അതിനെ നമുക്ക് മരമായിട്ടും വളർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് വെട്ടി നിർത്തിയും വളർത്താം. ഇടയ്ക്കൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ചന്തയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് വിൽക്കാനായിട്ട് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും അത് നല്ല വളർന്ന് വലുതായി. പ്രത്യേകിച്ച് അങ്ങനെ പരിചരണങ്ങളൊന്നും കൊടുക്കേണ്ടി വരാറില്ല. ഇല ചുരുട്ടി പുഴുവിൻ്റെ പ്രശ്നമാണ് വരാറുള്ളത്. ആ സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താൽ മതി. അതെല്ലാം ചെറുപ്രായത്തിലേ ആവശ്യമുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കറിവേപ്പില ഇഷ്ടപ്പെട്ടോ?